നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുതിയൊരു സ്ഥലത്ത് വന്ന് പെട്ടു എന്ന് വിചാരിക്കാം. എന്തായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ള നല്ലൊരു ഭക്ഷണം കഴിക്കേണ്ട സ്ഥലം ഏതാണെന്ന് അറിയണം. നമ്മൾ കൂടുതലുള്ള ആളോട് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കും? ഏതാണ് നല്ലൊരു റെസ്റ്റോറൻറ്റ്? അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് എന്ന് വെച്ചാൽ ഏത്, വാട്ട് അല്ലെങ്കിൽ വിച്ച് ഈസ് എ ഗുഡ് റെസ്റ്റോറൻറ്റ്. അത് ശരിയാവില്ലല്ലോ. വേർ ഇസ് എ ഗുഡ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ ചോദിക്കാൻ തോന്നും. നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫ്രേസസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 യൂസ്ഫുൾ ഫ്രേസസ് ആണ് പഠിക്കുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ആപ്ലിക്കേഷനിൽ ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ എൻ്റെ പേര് വിനി. ഇന്ന് ലെസൺ 6 ആണ്. ആദ്യത്തെ 5 ലെസൺസ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കോമെന്റിൽ കൊടുക്കാം, പോയി കാണണം കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഓരോ വാക്കിന് ഇംഗ്ലീഷിലെ തത്തുല്യ വാക്ക് കണ്ടുപിടിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാമെന്ന്. അങ്ങനത്തെ ഒരു രീതിയല്ല ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഫോളോ ചെയ്യുന്നത്. ബിഗിനേഴ്സ് ഒരു ലാംഗ്വേജ് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പം ഓരോ വേർഡിനും ഗ്രാമർ കണ്ടുപിടിച്ച് അതിന് ട്രാൻസ്ലേഷൻ സ്വന്തം ഭാഷയിൽ കണ്ടുപിടിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. എന്നാൽ നന്നായിട്ട് ഇംഗ്ലീഷ് പെട്ടെന്ന് സംസാരിക്കുന്ന ആൾക്കാർ ഈ ടെക്നിക്കല്ല യൂസ് ചെയ്യാം. പിന്നെ അവർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചങ്ക്സ് പഠിക്കും, പാറ്റേൺസ് പഠിക്കും. ആ ട്രാൻസിഷനാണ് ഫ്ലുവൻസി ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ഈ സീരീസിൽ നിങ്ങളെല്ലാവരും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതായിരുന്നു ഞാൻ പറഞ്ഞ മലയാളം സെൻറ്റൻസുകൾ. അതിന് നല്ല സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന പോലത്തെ ഇംഗ്ലീഷ് സെൻറ്റൻസസ് വെച്ചിട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാൻ ചോദിച്ചിരുന്നു. ഒട്ടുമിക്ക എല്ലാവരും നന്നായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? I'm just popping out to the shops. Do you want anything? I won't be long. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാറ്റേൺസ് ആദ്യം പറയാം. I'm looking for something. Could you do something? Do you mind if I? Again, I used to. I've been. അപ്പോൾ ഇതിൽ നമ്മൾ കുഡിയും ഡു യു മൈൻഡ് ഇഫും കഴിഞ്ഞ ക്ലാസ്സുകൾ കവർ ചെയ്തതാണ്. എങ്കിൽ കൂടെ അത് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. പിന്നെ ബാക്കി പുതിയ 3 പാറ്റേൺസ് കൂടെ പഠിക്കാം. ഓക്കെ, ആദ്യം I'm looking for. ഇത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സിലോ സൂപ്പർ മാർക്കറ്റിലോ. അപ്പോൾ നമ്മൾ ഇന്നൊരു കാര്യം നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇന്നൊരു കാര്യമാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം വേണം, എവിടെയെങ്കിലും വെച്ചിട്ട് ഒരാളുടെ സഹായം വേണം. അപ്പോൾ നമുക്ക് ഈ ഫ്രേസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ജോബ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ യാത്രകളിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡെയിലി നീഡ്സ് ഒക്കെ പറയാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ നോക്കാം. ആദ്യം അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഐ എം ലുക്കിംഗ് ഫോർ കഴിഞ്ഞിട്ട് ഒരു നൗൺ വരണം. നൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ സംഭവം, അല്ലാണ്ട് വേർബ് അല്ല കേട്ടോ, പ്രവൃത്തിയല്ല വരിക. ഒരു നൗൺ, ഇങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വസ്തു, അതാണ് വരേണ്ടത് കേട്ടോ. ഞാനേ ഈ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്നൊന്നും തപ്പുമായിരുന്നു. ഐ എം ലുക്കിംഗ് ഫോർ എന്ത് സാധനമാണ്? ദ റെയിൽവേ സ്റ്റേഷൻ. എളുപ്പമല്ലേ? ഐ എം ലുക്കിംഗ് ഫോർ ആ ചങ്കാണ് പഠിക്കേണ്ടത്. ഐ എം ലുക്കിംഗ് ഫോർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ ലുക്ക് എന്ന് വെച്ചാൽ നോക്കുക. ഞാൻ റെയിൽവേ സ്റ്റേഷന് നോക്കുകയാണെന്ന് മലയാളത്തിൽ പറയില്ല, പക്ഷേ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും. വളരെ കോമൺ ആയിട്ട് നമ്മൾ സ്റ്റേഷൻ അന്വേഷിക്കുകയാണെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ ദ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയും. നിങ്ങൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു കടയിൽ പോയി. അപ്പോൾ അവർ ചോദിച്ചാൽ എന്താ വേണ്ടത് സർ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? ഐ എം ലുക്കിംഗ് ഫോർ എ ഗുഡ് ലാപ്ടോപ്പ്. ഓക്കെ, അതാണ് ഷോപ്പിങ്ങിന് യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നല്ല റെസ്റ്റോറൻറ്റ് അന്വേഷിക്കുകയാണെന്ന്. അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർ എ പ്ലേസ് ടു ഈറ്റ്, അല്ലെങ്കിൽ എ ഗുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയാം കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് പറയേണ്ടത് അങ്ങനെ പറയാം, പക്ഷേ സ്റ്റാർട്ടിങ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഐ എം ലുക്കിംഗ് ഫോർ എ പ്ലേസ് ടു ഈറ്റ്. പ്ലേസ് ടു ഈറ്റ് എന്ന് വെച്ചാൽ കയ്യിൽ ഭക്ഷണമുണ്ട്, ഇനി അത് വെച്ചിട്ട് കഴിക്കേണ്ട സ്ഥലം എന്നൊന്നും അർത്ഥമില്ല കേട്ടോ. അങ്ങനെ ആവാം, അത് കോൺടെക്സ്റ്റ് അനുസരിച്ച്. പക്ഷേ ജനറലി ഐ എം ലുക്കിംഗ് ഫോർ എ പ്ലേസ് ടു ഈറ്റ് എന്ന് വെച്ചാൽ റെസ്റ്റോറൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുക. അപ്പോൾ ഞാനൊരു ജോലി നോക്കുകയാണ് കേട്ടോ, അങ്ങനെ പറയും ഐ എം ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? പല കോൺടെക്സ്റ്റിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പൊതുവെ ബിഗിനർ ആണെങ്കിൽ നമ്മൾ ഈ സെൻറ്റൻസ് എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ വേർ ഈസ് ലാപ്ടോപ്പ്, അല്ലെങ്കിൽ എവിടെയാണത്, വേർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ ചോദിക്കുക. പക്ഷേ ഈ പാറ്റേൺ കുറച്ചുകൂടെ നാച്ചുറലും ഫ്ലെക്സിബിളും ആണ്. ഓക്കെ, സെക്കൻഡ് വൺ കുഡ് യു. അപ്പോൾ അത് യൂണിവേഴ്സൽ ഒരു പൊലൈറ്റ് റിക്വസ്റ്റ് പാറ്റേൺ ആണ് ഈ കുഡ് യു വെച്ച് തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കുഡ് യു കഴിഞ്ഞിട്ട് എന്താ വരിക? കുഡ് യു പ്ലീസ് വരാം, കുറച്ചുകൂടെ പൊലൈറ്റായി പറയണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് വേർബാണ് വരിക. വേർബ് എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി. അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കാമോ എങ്ങനെ പറയും? നമ്മൾ പഠിച്ചതാ. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ഞാനിപ്പോൾ ഇവിടുന്ന് പറഞ്ഞ കാര്യം അയ്യോ വിനി അത് മനസ്സിലായല്ലോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? എങ്ങനെ പറയും? കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്. വെരി ഗുഡ്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? അപ്പോൾ
പ്രവൃത്തി എന്താ? എക്സ്പ്ലെയിൻ. കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ്? അയ്യോ, ഇത് ഭയങ്കര സ്പീഡിലാട്ടോ സംസാരിക്കണത്, കുറച്ച് പതുക്കെ സംസാരിക്കുമോ? കുഡ് യു പ്ലീസ് സ്പീക്ക് മോർ സ്ലോലി. അപ്പം ഈ ഒരു ഫ്രേസ് നമ്മൾ കുഡ് യു പ്ലീസ് വെച്ചിട്ട് പറയുമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പീച്ച് ഭയങ്കര പൊലൈറ്റും പിന്നെ ബിഗിനർ ലെവലിൽ നിന്ന് നേരെ ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് എത്തും. സിമ്പിൾ കാര്യമാണ്, പക്ഷേ ഉപയോഗിക്കും തോറും നല്ല ഡിഫറൻസ് വരും നമ്മുടെ ആ ഫ്ലുവൻസിക്ക്. അടുത്തത്, ഡു യു മൈൻഡ് ഇഫ് ഐ? ഓർമ്മയുണ്ടോ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇത് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതുകൊണ്ട് പഠിച്ചു വെക്കണം കേട്ടോ. എസ്പെഷ്യലി നിങ്ങൾ UK അല്ലെങ്കിൽ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൾക്കാർ നിങ്ങളുടെ ടീമിലൊക്കെ ഉണ്ടെങ്കിൽ ഈ പാറ്റേൺ എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഡു യു മൈൻഡ് ഇഫ് ഐ എന്ന് പറയും. അതാണ് പാറ്റേൺ. ഡു യു മൈൻഡ് ഇഫ് ഐ കഴിഞ്ഞിട്ട് നമ്മുടെ വേർബ് ബേസ് ഫോമിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വിരോധം ഉണ്ടോ, ഞാനിങ്ങനെ ചെയ്യുന്നതിൽ വിരോധം ഉണ്ടോ, അതാണ് ഡു യു മൈൻഡ് ഇഫ് ഐ കഴിഞ്ഞിട്ട് വേർബ്. അപ്പോൾ വേർബ് ഇതിൽ ബേസ് ഫോമിലാണേ, ടെൻസ് മാറ്റണ്ട കേട്ടോ. ഞാനിവിടെ ഇരിക്കുന്നതിൽ വിരോധം ഉണ്ടോ, അങ്ങനെ പറയാം. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? ഞാനിവിടെ ഇരിക്കുന്നതിൽ വിരോധം ഉണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കുന്നതിൽ വിരോധം ഉണ്ടോ? കുറച്ച് നേരം മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കണം. ചോദിക്കട്ടെ, ഡു യു മൈൻഡ് ഇഫ് ഐ ആസ്ക് സംതിങ്? ഡു യു മൈൻഡ് ഇഫ് ഐ ആസ്ക് സംതിങ്? അപ്പോൾ അത് കട്ട് ചെയ്ത് പറയരുത്. ഡു യു മൈൻഡ് എന്നൊന്നും പറയരുത്. ഡു യു മൈൻഡ്, ഡു യു മൈൻഡ് ഇഫ് ഐ. അപ്പോൾ ഡു യു മൈൻഡ് ഇഫ് ഐ ആസ്ക് സംതിങ്? ഞാൻ ജനാല തുറക്കുന്നതിൽ വിരോധമുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാ. ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? ഈ ഓപ്പൺ എന്നുള്ള ശബ്ദം എന്നിന് വരരുത്, എന്നല്ല എന്നാണ് വരേണ്ടത്. കേട്ടോ. ഓപ്പൺ, അതിൽ ഓപ്പൺ അല്ല, ഓ എന്നുള്ളൊരു സൗണ്ട് വരും. ഓപ്പൺ ദ വിൻഡോ. ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? വിൻഡോ എന്ന് വെച്ചാൽ ജനാല. ഓക്കെ, ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ രീതികൾ നിങ്ങൾ മറന്നു പോരുത്. നമ്മൾ പഠിച്ച പാറ്റേൺസ് ഓർമ്മയുണ്ട്. ഇതൊക്കെയാണ് ഐ എം ലുക്കിംഗ് ഫോർ എ പ്ലേസ് ടു ഈറ്റ്, അല്ലേ? ഐ എം ലുക്കിംഗ് ഫോർ സംതിങ്. രണ്ടാമത് എന്താ? കുഡ് യു പ്ലീസ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? സഹായിക്കണോ? കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? അങ്ങനെ. ഇപ്പോൾ പഠിച്ചത് ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇപ്പം 3 പാറ്റേൺസ് പഠിച്ചേ. നമ്മൾ 5 പാറ്റേൺസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു നാച്ചുറൽ കോൺവെർസേഷൻ നമുക്കിത് അപ്ലൈ ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, അടുത്തത് ഐ യൂസ്ഡ് ടു. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ പണ്ടുണ്ടായിരിക്കുന്ന ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനോ നമ്മുടെ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനോ ഒക്കെയാണ് എന്താ ഉപയോഗിക്കുന്നത്? ഐ യൂസ്ഡ് ടു. ഓക്കെ, അപ്പോൾ ഐ യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് വേർബാണ് വരിക. ഞാൻ ഇന്നൊരു കാര്യം പണ്ട് ചെയ്യാറുണ്ടായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നു ചെയ്യാറ് എന്നൊക്കെ പറയില്ലേ, ആ സെൻറ്റൻസുകൾ. ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പം കളിക്കാറില്ല, അങ്ങനെ പറയും. ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ. ഇതിൽ ചിലവർക്ക് ഡൗട്ടുള്ളത് പാസ്റ്റ് ടെൻസിൽ ചെയ്തിരുന്നു എന്ന് പറയാൻ ഐ പ്ലേഡ് ഫുട്ബോൾ എന്ന് പറഞ്ഞൂടെ? അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായി അത് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം വരില്ല. ഞാൻ ഫുട്ബോൾ കളിച്ചു എന്നുള്ള അർത്ഥമേ വരുള്ളൂ. അപ്പോൾ ശനിയാഴ്ച ഞാൻ ഫുട്ബോൾ കളിച്ചു, ഐ പ്ലേഡ് ഫുട്ബോൾ ഓൺ സാറ്റർഡേ, അങ്ങനെ പറയാം. പക്ഷേ പണ്ട് സ്ഥിരമായി നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ചെയ്തിരുന്ന കാലം, അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥലം മാറി പുതിയ സ്ഥലമായി, അവിടെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് പഴയ സ്ഥലത്തായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇത് വളരെ വളരെ യൂസ്ഫുൾ ഫ്രേസാണ്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, പോകാറുണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ, അപ്പോൾ വായിലപ്പം വരേണ്ടതാണ് ഐ യൂസ് ടു എന്നിട്ട് ആ കാര്യം. പണ്ട് ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ കളിക്കാറില്ല. ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ. ക്ലിയർ ആയോ? പണ്ട് ഞാൻ ബെർലിനിലാണെന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. ഐ യൂസ്ഡ് ടു ലിവ് ഇൻ ബെർലിൻ. ഐ യൂസ് ടു ലിവ് ഇൻ ബെർലിൻ. ഓക്കെ, ഞാൻ പണ്ടൊരു നാണംകുണിയായിരുന്നു പണ്ട്. അങ്ങനെയല്ല, ഇപ്പോൾ ഇവനിയുടെ ഇംഗ്ലീഷൊക്കെ കേട്ട് പഠിച്ച് ഞാനൊരു പുലിയായി മാറി എന്നുള്ള അർത്ഥമാണ് അവിടെ. അങ്ങനെ പറയാം, പണ്ട് ഞാൻ ഇത്തിരി നാണക്കാരനായിരുന്നു, അപ്പോൾ ആൾക്കാരോട് സംസാരിക്കാനൊക്കെ ഇത്തിരി ഒരു മടിയായിരുന്നു എനിക്ക്, എസ്പെഷ്യലി ഇംഗ്ലീഷിൽ. എങ്ങനെ പറയും? ഇത് തന്നെ ഐ യൂസ് ടു ബി ഷൈ. അപ്പം അവിടെ എന്തുകൊണ്ടാണ് ബി വന്നത്? അയ്യടാ, ഇത്രയും നേരം ഇങ്ങനത്തെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലേ? ഐ യൂസ് ടു ലിവ് ഇൻ ബെർലിൻ, അവിടെ ഒന്നും പ്രശ്നമില്ല. അപ്പം എന്തെങ്കിലും ബി വന്നത്? ബി എന്ന് പറഞ്ഞാൽ ഒരു വേർബാണ്, ആവുക എന്നുള്ള വേർബ്. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് അവിടെ താമസിച്ചിരുന്നത്, താമസിക്കുക ലിവ് അല്ലേ, അല്ലെങ്കിൽ കളിക്കുമായിരുന്നു ഫുട്ബോൾ, കളിക്കുക.
പ്ലേ. അതാണ് ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ, ഐ യൂസ് ടു ലിവ് ഇൻ ബെർലിൻ. ഇവിടെ നാണക്കാരനായിരുന്നു, നാണം കുണി നടക്കുമായിരുന്നല്ല, നാണം ഉണ്ടായിരുന്നു എന്നാ. അപ്പോൾ നാണം ഉള്ളൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ബി വേണം. ഐ യൂസ് ടു ബി ഷൈ. മനസ്സിലായോ? ഐ യൂസ് ടു ബി എ വെരി ആംഗ്രി വുമൻ. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു സ്ത്രീയായിരുന്നു ഞാൻ പണ്ട്. ഇപ്പം ഞാനിപ്പോൾ ലോലക്കുട്ടിയാണ് ഞാനിപ്പോൾ. ഐ യൂസ് ടു ബി ഷൈ. മനസ്സിലായോ? ബി എന്ന് ചാവുക. അങ്ങനെയുള്ള ഒരാളായിരുന്നു. ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആവുകയുടെ പാസ്റ്റ് ടെൻസ് അല്ലേ? മനസ്സിലായോ? പണ്ട് ഞങ്ങൾ ഫുട്ബോൾ കളിച്ചിരുന്നു. കളിക്കുക എന്നുള്ള വേർബിന് പാസ്റ്റ്. അപ്പം ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആവുക എന്നുള്ള വേർബ് തന്നെയാണ് അവിടെ. വേർബ് ഏതാ? ബി ആണ്. ഈ ബി വേർബ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ബീനെ കുറിച്ച് ഒരു വലിയ വീഡിയോ, എല്ലാ ബീൻ്റെ മിസ്കോൺസെപ്ഷൻസും കൺഫ്യൂഷൻസും ഒക്കെ മാറുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ബിയുടെ ലിങ്ക് ഓഫ് ബി വീഡിയോ എന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി, കോമെൻറ്റിൽ ഞാൻ തരാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കാം കേട്ടോ. ഞാനത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഞാനത് വേഗം അത് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ബിയുടെ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും അത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോഴും ബീനൊരു പേടിയുള്ള ആൾക്കാരുണ്ട്. അവിടെ ബി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയ്യോ എനിക്ക് പറ്റില്ലേ, ബി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർ. വിഷമിക്കേണ്ടത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യം വരും. ഇതൊക്കെ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഇതിനൊക്കെ പേടി. അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ലേ? ഇപ്പം നമ്മളൊരു ആനേനെ കാണാത്ത ആൾക്കാർ ആന എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രം കേട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ആന വരുമോ എന്നൊക്കെ പേടിയുണ്ടാവും. പൂരത്തിനൊക്കെ ഇഷ്ടംപോലെ ആനകളെയും തെളിച്ചുകൊണ്ട് നടന്നിരുന്ന ആൾക്കാരാണെങ്കിൽ ആനയോ സൈസ് ഉണ്ടെന്നേ ഉള്ളൂ പാവാ എന്നൊരു ഫീലിംഗ് വരില്ലേ? അല്ലേ? ഉപദ്രവിച്ചില്ലെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുപോലെയാണ് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് അറിയും തോറും നിങ്ങൾക്ക് അതിൻ്റെ ആ ഭീകരത കുറഞ്ഞു വരും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നും അയ്യോ അവൻ ഇംഗ്ലീഷ് സംസാരിക്കും, അയ്യോ അവൻ ഇംഗ്ലീഷിലാണ് എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചത്, ഞാൻ ഓടി എന്നൊക്കെയുള്ള കഥകളാണ് നമ്മൾ എപ്പോഴും കേൾക്കണേ. അപ്പോൾ നമ്മൾ പേടി കൂടും. പേടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇതിനൊക്കെ പേടി കുറയും. ഓക്കെ? അപ്പോൾ ഐ യൂസ് ടു ബി ഷൈ. അപ്പോൾ പണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേകതരം സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ, ഷൈ ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക, പണ്ട് നിങ്ങൾ എന്താ വരുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ലൊക്കെ മാറി എന്ന് പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു കോമെൻറ്റിലൊന്ന് എഴുതുമോ? സത്യസന്ധമായിട്ട് എഴുതാൻ നോക്കുമോ? വേണമെങ്കിൽ എഴുതിക്കോളൂ, ഞാൻ വായിച്ചിട്ടൊന്ന് സന്തോഷിക്കാം. ഇനിയിപ്പോൾ സത്യസന്ധമായി ഒന്നുമില്ല, നിങ്ങൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി എഴുതിക്കോളൂ കേട്ടോ, കുഴപ്പമില്ല. ഐ യൂസ് ടു ബി വെച്ചിട്ട് ഒരു വാക്ക്, ഒരു സെൻറ്റൻസ്, സോറി. ഓക്കെ? അപ്പോൾ ഇത് എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പൊതുവേ പാസ്റ്റിൽ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും അല്ലേ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. പക്ഷെ അതൊന്നും പോരാ. നമ്മൾ ഒരു കഥയായിട്ട് കാര്യങ്ങൾ പറയണം അല്ലേ? പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആവും അല്ലേ? നിങ്ങൾ മലയാളത്തിലൊക്കെ ഞാനൊരു പുലിയാണ്, ഇംഗ്ലീഷ് വരുമ്പോൾ എനിക്കൊരു പ്രശ്നം എന്ന് പലരും സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ കിട്ടണം. അപ്പോൾ അതാണ് ഞാൻ ഈ സീരീസിലൂടെ കവർ ചെയ്യുന്നത്. അപ്പോൾ കൂടെ പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് പിടിയിട്ടില്ലോ? ഐ യൂസ് ടു ബി എ ബിഗ് പുലി, ഇപ്പം ഐ ആം എൻ എലി അല്ലേ? അപ്പോൾ അടുത്ത 5th പാറ്റേൺ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് കവർ ചെയ്ത് പോണേ. ഇത് തന്നെ 2 നമ്മൾ നേരത്തെ പഠിച്ചാണ്. അടുത്ത് ഐ ഹവ് ബിൻ. ഇത് ബി എന്നുണ്ടെങ്കിലും നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഐ ഹവ് ബിൻ എന്ന് പറയാം. ബി എന്ന് പറഞ്ഞാലും തെറ്റില്ല, നീട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ബിഗിനർ ടു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള വലിയൊരു അപ്ഗ്രേഡ്, ഐ ഹവ് ബിൻ. അപ്പോൾ ഇനി പാറ്റേൺ നോക്കാം. ഐ ഹവ് ബിൻ. അപ്പോൾ ഐ ഹാവ് ബീൻ ആണ് ഐ ഹവ് ബിൻ. ഐ ഹവ് ബിൻ കഴിഞ്ഞിട്ട് വേർബ് ഏത് ഫോമിൽ? ING ഫോമിൽ വരാം, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് വരാം, അല്ലെങ്കിൽ ഒരു നൗൺ വരാം. എൻ്റെ അമ്മോ പേടിയാവുന്നു. ഒന്നുമില്ല, വേർബ് ING എന്ന് വെച്ചാൽ വേർബ് എന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ബി ആവാം. ബിയുടെ ING ഫോം എന്താ? ING ഇടുക ബി കഴിഞ്ഞിട്ട്. ബീയിങ്, പ്ലേ പ്ലേയിങ്, റൺ റണ്ണിങ്, അതാണ് വേർബിൻ്റെ ING ഫോം. അഡ്ജക്റ്റീവ്സ് എന്താ? ഹാപ്പി, സാഡ്, എന്തെങ്കിലും വിശേഷണം, ഒരാളുടെ വിശേഷണം ആലോചിച്ച് നോക്കിയേ. അയാൾ ഹ്യൂജ് ബിൽഡിംഗ് ആണ് അങ്ങനെയൊക്കെ പറയാം, ബിൽഡിങ്ങിനെ കുറിച്ചാണെങ്കിൽ. അല്ലെങ്കിൽ ഒരു ടോൾ മനുഷ്യനാണ് ഒരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ നല്ല തടിയാണെങ്കിൽ ഞാൻ കുറച്ച് തടിയുണ്ട്, അപ്പോൾ ഫാറ്റ് ആണെന്ന് പറയാം. ഫാറ്റാണെന്ന് പറഞ്ഞാൽ മുഖത്തൊക്കെ പറയണ്ട, പക്ഷേ ഫാറ്റ് ഒരു അഡ്ജക്റ്റീവാണ്. പിന്നെ ഒരു ട്രെയിൻ ആണെങ്കിൽ ഫാസ്റ്റ് ട്രെയിൻ എന്ന് പറയാം, എന്തെങ്കിലും വിശേഷണം. നൗൺ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് എന്താ? എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ സംഭവം, അതാണ് നൗൺ. പ്രവൃത്തിയല്ല. പ്രവൃത്തിയാണെങ്കിൽ ING ഫോം, അല്ലെങ്കിൽ നൗൺ, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്. ഓക്കെ? ഇനി നമുക്ക് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഈ 5 പാറ്റേൺസ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളൊരു ബിഗിനർ ലെവലിൽ നിന്ന് ടപ്പ് ചെയ്യുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, തെറ്റിക്കരുത്. ഈ കാര്യങ്ങൾ തെറ്റിക്കരുത്. പലരും കഴിഞ്ഞ ഹോംവർക്കിൽ ഞാൻ പോപ്പ്
എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിട്ട് പുറത്ത് പോകുക എന്നുള്ള പറയാൻ വേണ്ടി പറഞ്ഞപ്പം ചിലർ ഐ എം പോപ്പിംഗ് ടു ദ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഐ എം പോപ്പിംഗ് ഔട്ട് ടു ദ സൂപ്പർ മാർക്കറ്റ്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ്സാവുമ്പോൾ അത് തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ പഠിക്കുന്നൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ ഈ പാറ്റേൺസ് മറക്കാണ്ട് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. 5 പാറ്റേൺസ് അല്ലേ ഉള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ഇത് എവിടെ ഉപയോഗിക്കാന്ന് വെച്ചാൽ ഇപ്പം പ്രസൻറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം ഈ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ല, ഈയിടെയായിട്ട് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യണേ? ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അല്ലേ? അപ്പോൾ എങ്ങനെ പറയും? ഇപ്പോഴത്തെ ഈ ഒരു നിമിഷത്തിലെ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഈ ഒരു സീരീസ് തുടങ്ങിയത് മുതൽ നിങ്ങൾ ഇതിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഐ ഹവ് ബിൻ പഠിക്കുക, സ്റ്റഡി എങ്ങനെ വേണം? ING ഫോം. ഐ ഹവ് ബിൻ സ്റ്റഡിങ് എന്ത്? ഇംഗ്ലീഷ്. ഐ ഹവ് ബിൻ സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഓ, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ. എന്താണ് കോച്ചിങ്ങിന് പോകുന്നുണ്ടോ? ഐ ഹവ് ബിൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് വാച്ചിങ് വിനീസ് യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ് വരാം. അപ്പം നിങ്ങൾ ഭയങ്കര തിരക്കിലാണ്, അപ്പോൾ തിരക്കിലുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ആഡ്ജക്റ്റീവാണ്, ബിസി. അപ്പോൾ എങ്ങനെ പറയും? ഈയിടെയായിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഈയിടെയായിട്ടുള്ള കാര്യങ്ങൾക്ക് ആണേ ഐ ഹവ് ബിൻ ഉപയോഗിക്കുക. എങ്ങനെ പറയാം? ഈയിടെയായിട്ടെന്ന് പറയാൻ ലേറ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം. ഐ ഹവ് ബിൻ ബിസി ലേറ്റ്ലി. മോളുടെ കല്യാണം, മോൻ്റെ അഡ്മിഷൻ, ഐ ഹവ് ബിൻ ബിസി ലേറ്റ്ലി. മനസ്സിലായോ? ഐ ഹവ് ബിൻ ബിസി ലേറ്റ്ലി. അപ്പോൾ ഈയിടെയായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് ഉപയോഗിക്കാൻ പറ്റും. ഈയിടെയായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈയിടെയായിട്ട് ഒന്നും എടുത്തു പറയണ്ട, പക്ഷേ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഈയിടെയായിട്ട് ഞാൻ ഭയങ്കര തിരക്കിലാണ്. ഐ ഹവ് ബീൻ ബിസി ലേറ്റ്ലി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് ഇന്നൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 5 വർഷമായിട്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ എങ്ങനെ പറയും? ഐ ഹവ് ബിൻ ഒരു നൗണായിട്ട് ഉപയോഗിക്കാം. എ ടീച്ചർ ഫോർ 5 years. ഐ ഹവ് ബിൻ എ ടീച്ചർ ഫോർ 5 years. അപ്പോൾ ഞാനൊരു ടീച്ചറായിട്ട്, അധ്യാപികയായിട്ട് 5 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ? അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ പറയാം. ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയണമെങ്കിൽ വർക്ക് എന്നുള്ള ആ വേർബ് വരും. അപ്പോൾ എങ്ങനെ പറയും? ഐ ഹവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ. ടീച്ചറായിട്ട് എന്ന് പറയാൻ ആസ് എ ടീച്ചർ. ഐ ഹവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ 5 years. കണ്ടോ? ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതി മനസ്സിലായോ? വേർബ് വരികയാണെങ്കിൽ ING ഫോം. ഐ ഹവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചറായിട്ട്. അല്ലെങ്കിൽ ഐ ഹവ് ബീൻ എ ടീച്ചർ ഫോർ 5 years. അപ്പോൾ ടീച്ചർ എന്ന് വെച്ചാൽ നൗണാണത് അല്ലേ? ഒരു അധ്യാപിക, ഒരു വേർബ് അല്ലല്ലോ, പ്രവൃത്തിയല്ലല്ലോ, ഒരു കാര്യം, ഒരു സംഭവം. അപ്പോൾ ഐ ഹവ് ബീൻ എ ടീച്ചർ ഫോർ 5 years. അപ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ്ലി സെൻറ്റൻസ് ആണ്. പക്ഷേ നമ്മൾ അതിൻ്റെ കോംപ്ലെക്സ് ഗ്രാമർ റൂൾസ് ഒന്നും പഠിക്കാണ്ട് ഈ സെൻറ്റൻസുകൾ നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത് പഠിക്കുക. ഇതൊരു കാര്യം ശ്രദ്ധിക്കണം, ഗ്രാമർ പഠിക്കുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ. ഒരു പുതിയ ഭാഷ പഠിക്കുമ്പം ഞാൻ എങ്ങനെയാണ് പുതിയ ഭാഷ പഠിക്കുക വെച്ചാൽ അതിൻ്റെ ഗ്രാമർ നോക്കും, അതിൻ്റെ കാഷ്വൽ സെൻറ്റൻസസ് പഠിക്കും. അങ്ങനെ എല്ലാ വിധത്തിലും നമ്മൾ ആ ഭാഷേനെ നമ്മുടെ കയ്യിൽ ഒതുക്കണം അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ചിലർ പറയും ഞാനിങ്ങനെ ഓരോ വീഡിയോസ് കാണും, ഇംഗ്ലീഷ് ടോക്സ് കേൾക്കും, അത് മാത്രം മതിയിലോ എന്ന്. ചിലർക്ക് അങ്ങനെ പിക്കപ്പ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഗ്രാമർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമർ എടുത്ത് പഠിക്കാണ്ട് നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഗ്രാമർ പഠിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ്? നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ ഗ്രാമർ നമുക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കും. ആ രീതിയിൽ പഠിക്കാം. പക്ഷെ അതിന് കുറേയധികം റിസോഴ്സസ് നമ്മൾ തലയിൽ കയറി ഇറങ്ങണം. എന്ന് വെച്ചാൽ കുറേ കാണണം, വായിക്കണം. അത്രയും നിങ്ങൾ എഫേർട്ട് എടുക്കാണ്ട് തന്നെ ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രവർത്തിക്കുന്ന ഗ്രാമർ ഇതിൻ്റെ കൂടെ നമ്മൾ സപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? നമുക്ക് പെട്ടെന്ന് ഇത് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമ്മുടെ ബ്രെയിനിന് ഇതിൻ്റെ ഇൻപുട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ പഠിക്കണമെങ്കിൽ ഞാൻ ഗ്രാമർ സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ആളാണെങ്കിൽ ഒരു 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കാണാം. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഒരു റിഫ്രഷർ കോഴ്സ് മതിയെങ്കിൽ, എന്ന് വെച്ചാൽ അത്യാവശ്യം അവിടെ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്. ഒരു 10 വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, 10 വീഡിയോ റിവിഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. ഓക്കെ, ലിങ്ക് കണ്ടില്ലെങ്കിൽ ചോദിച്ചാൽ മതി, കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ 2 സീരീസിലെ ഏതെങ്കിലും കാണുക, അല്ലെങ്കിൽ ആദ്യം ബിഗിനറിനെ കണ്ടിട്ട് പിന്നീട് ക്രാഷ് കോഴ്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ നല്ല തറവാകും. അതിൻ്റെ ഒപ്പം നിങ്ങൾ ഈ സീരീസ് കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായ 5 പാറ്റേൺസ്. അങ്ങനെയാണെങ്കിൽ ഒരു കോൺവെർസേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടൊരു കോൺവെർസേഷൻ നോക്കിയാലേ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളൊരു ധൈര്യം വരിക. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം കുറച്ചൊന്ന് ഫണ്ണായിട്ട് ചെയ്യണം. വീക്കെൻഡിൽ കുറച്ച് കാലം ഒന്നും ചെയ്യാണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കുക, എന്തെങ്കിലും ഫണ്ണായിട്ടുള്ളത് ചെയ്യാൻ ഞാൻ നോക്കുകയാണ്,
വീക്കെൻഡ് ഇപ്പോൾ അവധിയല്ലേ 2 ദിവസം, പിന്നെ ഫ്രൈഡേയും കൂടെ അവധിയാണല്ലോ, എന്തൊരു ആഘോഷം ഉണ്ടല്ലോ. അപ്പോൾ ഈ വീക്കെൻഡിൽ എനിക്ക് എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുകയാണ്. എങ്ങനെ പറയും? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ, അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഐ എം ലുക്കിംഗ് ഫോർ ആ കാര്യം. എന്താ പറയണേ? ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് ഫൺ, എന്തെങ്കിലും ഫണ്ണായിട്ടുള്ളത് ടു ഡു, ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് വീക്കെൻഡ്. ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് ഫൺ ടു ഡു ദിസ് വീക്കെൻഡ്. ഓക്കെ, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ എന്താ പറയുക? ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് ഫൺ ടു ഡു ദിസ് വീക്കെൻഡ്. ആർക്ക് വേണ്ടിയിട്ട്? കിഡ്സിന് വേണ്ടിയിട്ട്. ഫോർ മൈ കിഡ്സ്. അപ്പം നമ്മൾ ഏതെങ്കിലും തീം പാർക്കിൽ പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം അല്ലേ. പക്ഷെ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് ഫൺ ടു ഡു ദിസ് വീക്കെൻഡ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്ത് പറയണേ, ഇവിടെ അതിങ്ങനെ തന്നെയാണ്, ഞാനും ഇങ്ങനത്തെ ഒരു കാര്യം അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെ പറയും? സെയിം ഹിയർ. പഠിച്ചു വെച്ചോളൂ, ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. സെയിം ഹിയർ. എനിക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം ഞാൻ അന്വേഷിക്കുകയായിരുന്നു. എങ്ങനെ പറയും? അഗെയിൻ അന്വേഷിക്കാകുമ്പോൾ ഐ എം ലുക്കിംഗ് ഫോർ എന്താണ്? ഒരു നല്ല സ്ഥലം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർ എ ഗുഡ് പ്ലേസ് ടു റിലാക്സ്. ഐ എം ലുക്കിംഗ് ഫോർ എ ഗുഡ് പ്ലേസ് ടു റിലാക്സ്. അപ്പോൾ നിങ്ങൾ പറയാണ്, നമ്മുടെ പുതിയ കഫേയിലെ അത് ഓപ്പൺ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യോ. അങ്ങനെ പറയും. അപ്പോൾ എന്തെങ്കിലും റിക്വസ്റ്റ് എങ്ങനെ ചെയ്യാം? കുഡ് യു പ്ലീസ് ചെക്ക്. എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ പുതിയ കഫേ ഓപ്പൺ ആണോ അല്ലയോ എന്ന് അല്ലേ. അപ്പോൾ ആണോ അല്ലയോ അങ്ങനെ നോക്കേണ്ട കാര്യങ്ങൾക്ക് ഇഫ് ഇടണം. അപ്പോൾ കുഡ് യു പ്ലീസ് ചെക്ക് ഇഫ് എന്ത് ഓപ്പൺ ആണോ പുതിയ കഫേ. ദ ന്യൂ കഫേ ഇസ് ഓപ്പൺ. എന്നൊരു പറഞ്ഞേ, കുഡ് യു പ്ലീസ് ചെക്ക് ഇഫ് ദ ന്യൂ കഫേ ഇസ് ഓപ്പൺ. പുതിയ കഫേ തുറന്നിട്ടുണ്ടല്ലോ, അത് ഓപ്പൺ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യൂ. കുഡ് യു പ്ലീസ് ചെക്ക് ഇഫ് ദ ന്യൂ കഫേ ഇസ് ഓപ്പൺ. മനസ്സിലായോ? ഇഫ് അവിടെ ഉപയോഗിക്കാൻ മറന്നു വരുത്. എപ്പോഴാണ് ഇഫ് വരുന്നത്? ഇങ്ങനെയാണോ അല്ലയോ എന്ന്. അപ്പോൾ ഓപ്പൺ ആണോ അല്ലയോ, അപ്പോൾ അല്ലയോ എന്നുള്ള കാര്യം അവിടെ എടുത്ത് പറഞ്ഞില്ലെങ്കിലും ഇഫ് ഇട്ടാൽ അതാണ് അർത്ഥം. കുഡ് യു പ്ലീസ് ചെക്ക് ഇഫ് ദ ന്യൂ കഫേ ഈസ് ഓപ്പൺ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് പറയണ, ഓക്കെ ഷുവർ, എനിക്ക് അവരുടെ അഡ്രസ്സ് ഒന്ന് എനിക്ക് അയച്ചു തരുമോ എന്ന് പറയും. അപ്പോൾ ഒരു റിക്വസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്തു തരുമോ? കുഡ് യു പ്ലീസ് സെൻഡ് മീ ദി അഡ്രസ്. കുഡ് യു പ്ലീസ് സെൻഡ് മീ ദി അഡ്രസ്. കണ്ടോ, അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചെയ്യുമോ എന്ന് പറയുകയാണെങ്കിൽ കുഡ് യു പ്ലീസ് ഡു ദിസ്. ഓക്കെ, കുഡ് യു പ്ലീസ് എന്താ ചെയ്യേണ്ടത്? അയക്കുക, സെൻഡ് മീ ദി അഡ്രസ്. നേരത്തെ എന്തായിരുന്നു? കുഡ് യു പ്ലീസ് ചെക്ക് ഇഫ് ദ ന്യൂ കഫേ ഈസ് ഓപ്പൺ ഓർ നോട്ട് അല്ലേ. അടുത്തത്, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വന്നതേ, ഞാൻ സാറിനെ കൂടെ ഇൻവൈറ്റ് ചെയ്തൊക്കെ പ്രശ്നമുണ്ടാവും? കുഴപ്പമുണ്ടോ? വിരോധമുണ്ടോ? കണ്ടോ, ഒറ്റയ്ക്ക് പോകാനല്ല, സാറ് എൻ്റെ കൂട്ടുകാരിയാണേ, അവളെയും കൂടെ വിളിക്കുന്നതിൽ വിരോധമുണ്ടോ? അപ്പോൾ നമ്മളിങ്ങനെ പുതിയൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കണമെങ്കിൽ ബൈ ദ വേ, പെട്ടെന്ന് വേറൊരു കാര്യം ചോദിക്കണം. ബൈ ദ വേ, വിരോധമുണ്ടോ? ഇങ്ങനെയായിരുന്നു, ഓർമ്മയുണ്ടോ? ഡു യു മൈൻഡ് എന്ത് ചെയ്താൽ? ഇഫ് ഐ ഇൻവൈറ്റ് സാറ ടു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ വിരോധമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ ഇൻവൈറ്റ് സാറ ടു, സാറയും കൂടെ വരുന്നതിൽ വിരോധമുണ്ടോ? രണ്ട് കാര്യങ്ങൾ പഠിച്ചേ. ബൈ ദ വേ, വേറൊരു കാര്യം ബൈ ദ വേ, ഡു യു മൈൻഡ് ഇഫ് ഐ ഇൻവൈറ്റ് സാറ ടു. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് പറയാം, അയ്യോ ഒരു വിരോധമില്ല. എങ്ങനെ പറയാ? നോട്ട് അറ്റ് ഓൾ. അപ്പോൾ നോട്ട് ആറ്റ് ഓൾ എന്ന് കട്ട് ചെയ്ത് പറയരുത്. നോട്ട് ആറ്റ് ഓൾ അങ്ങനെ പറയണേ. നോട്ട് ആറ്റ് ഓൾ. ആ ടീ ഒക്കെ കണക്ട് ചെയ്ത് ഇങ്ങോട്ട് പോകണം, ഒറ്റ വാക്കുപോലെ. നോട്ട് അറ്റ് ഓൾ. ഞാൻ എൻ്റെ കസിനെ കൊണ്ടുവരുന്നതിൽ വിരോധമുണ്ടോ? നീ സാറിനെ കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ പെട്ടുപോലും, നിങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചിരിക്കും. ഞാൻ എൻ്റെ കസിനെ കൊണ്ടുവരുന്നതിൽ വിരോധമുണ്ടോ എന്ന് പറയും. എഗെയിൻ, ഡു യു മൈൻഡ് ഇഫ് ഐ ബ്രിങ് മൈ കസിൻ. എൻ്റെ കസിനെ കൊണ്ടുവരുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? അപ്പോൾ നിങ്ങൾ പറയണം, അത് കുഴപ്പമില്ല, ദാറ്റ്സ് ഫൈൻ. ഞാൻ ഈ വർക്കിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ എല്ലാ വീക്കെൻഡും ഞാൻ പുറത്തു പോകുമായിരുന്നു. ഓർമ്മയുണ്ടോ എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? പണ്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പം ചെയ്യാറില്ല. സോ പണ്ട് എല്ലാ വീക്കെൻഡും ഞാൻ പുറത്തു പോകാറുണ്ടായിരുന്നു. അങ്ങനെ പറയും, ഐ യൂസ്ഡ് ടു ഗോ ഔട്ട് എവറി വീക്കെൻഡ്. എല്ലാ വീക്കെൻഡും ഞാൻ പുറത്തു പോകാറുണ്ടായിരുന്നു. എപ്പോൾ? ജോലിയിൽ ഞാൻ ബിസി ആവുന്നതിന് മുമ്പ് എന്ന് പറയാൻ ബിഫോർ ഐ ഗോട്ട് ബിസി വിത്ത് വർക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സെൻറ്റൻസ് ആക്കാം. ഐ യൂസ് ടു ഗോ ഔട്ട് എവറി വീക്കെൻഡ്. നൗ ഐ എം ബിസി വിത്ത് വർക്ക്. അങ്ങനെയും പറയാം. ഇപ്പോൾ ഞാൻ വർക്കായിട്ട് ബിസിയാണ്. ഓക്കെ, ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ലോങ് സെൻറ്റൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 2 സെൻറ്റൻസ് ആക്കാം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ 2 ചെറിയ സെൻറ്റൻസ് ഉണ്ടാക്കുക. ലോങ് സെൻറ്റൻസസ് വരുമ്പോൾ ഇനിഷ്യലി
മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഈ 2 സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞു തുടങ്ങിയാൽ ഇതിൽ കംഫർട്ടബിൾ ആയാൽ നിങ്ങൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ലോങ് സെൻറ്റൻസസ് ഉണ്ടാക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പരിശീലിക്കുക. വലുത് കണ്ടപ്പോൾ പേടിയാവണ്ടെങ്കിൽ കേട്ടോ. ഐ യൂസ് ടു ഗോ ഔട്ട് എവറി വീക്കെൻഡ്, നൗ ഐ എം ബിസി വിത്ത് വർക്ക്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറയാം, ശരിക്കും എങ്ങനെ പറയാ, റിയലി ഞാൻ എപ്പോഴും വീട്ടിൽ അങ്ങനെ കൂടും, അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയല്ലേ, ഇപ്പം ഞാൻ പുറത്തിറങ്ങി പോകുന്ന ആളല്ലേ. അപ്പോൾ പണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ പറയും, ഐ യൂസ് ടു എന്താ ചെയ്യാറ്, സ്റ്റേ ഹോം, വീട്ടിൽ നിൽക്കുക, സ്റ്റേ ഹോം എപ്പോഴും, ഓൾ ദ ടൈം. ഓ നീ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുറത്ത് പോകുന്ന ആളായിരുന്നോ, റിയലി ഐ യൂസ് ടു സ്റ്റേ ഹോം ഓൾ ദ ടൈം, ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ കൂടുന്ന ആളായിരുന്നു. ഒന്നുകൂടെ പറയാം, എന്നോട് പറയാം, റിയലി ഐ യൂസ് ടു സ്റ്റേ ഹോം ഓൾ ദ ടൈം. ഇതിൽ യൂസ്ഡ് ടു എന്ന് പറയാൻ നിങ്ങൾക്ക് പാടുണ്ടാവും. അപ്പോൾ യൂസ്ഡിൻ്റെ ഡി കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതുമ്പോൾ ഡി അവിടെ മിസ്സാവരുത്. പറയുമ്പം ഐ യൂസ് ടു എന്ന് പറഞ്ഞാൽ മതി, അത്രയേ കേൾക്കുള്ളൂ. കാരണം അവിടെ ട് വരുന്നുണ്ടല്ലോ, ടൂടെ. ആ ടേം ഡും കൂടെ ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായി, ഡോക്ടറെ കണ്ടുവരും അത് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഐ യൂസ് ടു സ്റ്റേ ഹോം ഓൾ ദ ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയണേ, കോളേജ് കഴിഞ്ഞ ശേഷം കാര്യങ്ങൾ മാറിയെന്ന് വിചാരിക്കണോ അല്ലേ? തിങ്സ് ചേഞ്ച്ഡ്, എല്ലാം മാറി കോളേജ് കഴിഞ്ഞതിന് ശേഷം. ആഫ്റ്റർ കോളേജ് അല്ലേ, ഐ ഗെസ്, എനിക്ക് തോന്നുന്നു, ഐ ഗെസ് തിങ്സ് ചേഞ്ച്ഡ് ആഫ്റ്റർ കോളേജ്, ഐ ഗെസ് അല്ലേ. കോളേജിന് ശേഷം കാര്യങ്ങളൊക്കെ മാറിയെന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെ തോന്നുന്നു എന്ന് പറയണമെങ്കിൽ ഐ ഗെസ്. തിങ്സ് ചേഞ്ച്ഡ് ആഫ്റ്റർ കോളേജ്, ഐ ഗെസ്. അപ്പോൾ അങ്ങനെ കോളേജിന് ശേഷമാണോ മാറിയത് എന്ന് പറയേണ്ട കാര്യമില്ല, ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല, നമ്മളങ്ങ് അസ്യൂം ചെയ്യാം. കോളേജിന് ശേഷമൊക്കെ അങ്ങനെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും അല്ലേ എന്ന് പറയില്ലേ. അപ്പോൾ ഐ ഗെസ്, തിങ്സ് ചേഞ്ച്ഡ് ആഫ്റ്റർ കോളേജ്, ഐ ഗെസ്. ഈ ഐ ഗെസ് ഒക്കെ ഇട്ട് സംസാരിക്കുമ്പോഴല്ലോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇംഗ്ലീഷ് എലവേറ്റഡ് ആവും, നല്ലൊരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആയിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് അതൊന്ന് കേട്ടിട്ട് പേടിക്കണം. ഐ ഗെസ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അല്ലേ കോളേജിന് ശേഷം നിനക്ക് ആകെ മാറ്റം വന്നു എന്ന്, അത്രേ ഉള്ളൂ. തിങ്സ് ചേഞ്ച്ഡ് ആഫ്റ്റർ കോളേജ്, ഐ ഗെസ്. അപ്പോൾ അപ്പുറത്തെ കൂട്ടുകാരൻ പറയാം, അതെ ശ്രദ്ധിക്കണേ, പാറ്റേൺ പറയണേ, ഈയിടെയായിട്ട് ഞാൻ കുറച്ചധികം വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല പണിയാണേ. അപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ കുറച്ചധികം വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെ പറയാം, ഏത് സെൻസാണ് ഓർമ്മയുണ്ടോ? ഐ ഹവ് ബിൻ, എന്താ ചെയ്യണേ, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ്, ഐ ഹവ് ബിൻ വർക്കിംഗ്, കുറച്ചധികം, ടു മച്ച്. എപ്പോൾ, ഈ ഇടയായിട്ട്, ലേറ്റ്ലി, അല്ലെങ്കിൽ ലേറ്റ്ലി ആദ്യം ഇടാം കേട്ടോ. ലേറ്റ്ലി ഐ ഹവ് ബിൻ വർക്കിംഗ് ടു മച്ച്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇടാം, ഐ ഹവ് ബിൻ വർക്കിംഗ് ടു മച്ച് ലേറ്റ്ലി. അപ്പോൾ നമ്മൾ പറയാം, ഇവിടെ അത് തന്നെ, ഒന്നല്ലെങ്കിൽ സെയിം ഹിയർ എന്ന് പറയാം, അല്ലെങ്കിൽ സെയിം എന്ന് പറയാം. ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഐ ഹവ് ബീൻ ഫീലിംഗ് സ്ട്രെസ്ഡ് ദീസ് ഡേയ്സ്. അപ്പോൾ ലേറ്റ്ലിൻ്റെ പോലെ തന്നെയുള്ള വാക്കാണ് ദീസ് ഡേയ്സ് എന്ന് വെച്ചാൽ ഈ അടുത്ത ദിവസങ്ങളിൽ. അങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ എന്നല്ല, അങ്ങനെ മലയാളത്തിൽ പറയില്ല, ഈയിടെയായിട്ട്, അത് തന്നെയാണ് ദീസ് ഡേയ്സ്. ഐ ഹവ് ബീൻ ഫീലിംഗ് സ്ട്രെസ്ഡ്, സ്ട്രെസ്സാണ് ഈ അടുത്ത്, ഐ ഹവ് ബീൻ ഫീലിംഗ് സ്ട്രെസ്ഡ് ദീസ് ഡേയ്സ്. കണ്ടോ, ആ പാറ്റേൺസ് ഉപയോഗിച്ച് കണ്ടോ, മനസ്സിലായോ? സാധാരണ കോൺവെർസേഷൻ ഞാൻ പറഞ്ഞ പാറ്റേൺസ് വന്നത് എങ്ങനെയാണെന്ന്. സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് ആണ്, പക്ഷെ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺവെർസേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോൺവെർസേഷൻ കൂടെ നോക്കാം. അതിൻ്റെ ഇടയിൽ ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഞാൻ, അപ്പോൾ അത് ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു അമ്മയും ഒരു മോളും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അത്രയും ചെറിയ മോളൊന്നും അല്ല കേട്ടോ, കല്യാണം കഴിച്ച് പോയതാണ്. അപ്പോൾ വിളിക്കുക അമ്മേനെ, ഫോൺ വിളിച്ച് പറയാം, ഹലോ മോം, ഒരു ക്വിക്ക് ഡിന്നർ റെസിപ്പി ഞാൻ അന്വേഷിക്കുകയാണ്. എങ്ങനെ പറയാം, അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുകയാണെന്നൊക്കെ മലയാളത്തിൽ പറയുള്ളൂ, അന്വേഷിക്കുക എന്നൊന്നും നമ്മൾ സ്വാഭാവികമായിട്ട് പറയില്ല. വീട്ടിലേക്ക് പോണ വഴിക്ക് ആ ഗ്രോസറി സ്റ്റോറിൽ ഒന്ന് കയറാൻ പറ്റുമോ, ആ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എനിക്കൊന്ന് മെസ്സേജായിട്ട് അയച്ചു തരുമോ. ഞാൻ നിൻ്റെ പ്രായത്തിലൊക്കെ ഞാൻ ഇതുമാതിരി ടയേർഡായിട്ടിരുന്നു വീട്ടിൽ തിരിച്ചെത്തുക. ഈ ഇടയായിട്ട് എനിക്ക് കുറച്ച് സ്ട്രെസ്ഡാണ് ഞാൻ വർക്കിൽ. എങ്ങനെ പറയും, പഠിച്ച പാറ്റേൺസ് വെച്ചിട്ട് ഒരു സാധാരണ കോൺവെർസേഷൻ ഉണ്ടാവുന്നത് കണ്ടോ. അപ്പോൾ ഇതിൽ ഒരു പൊളൈറ്റായിട്ട് സംസാരിക്കുക. നമ്മൾ മലയാളത്തിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആ സ്വാഭാവിക രീതിയിൽ ആ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസൊക്കെ, എക്സ്പ്ലനേഷൻ സ്കിൽസ്, അതൊക്കെ യൂസ് ചെയ്ത് വളരെ സ്മൂത്തായിട്ട് സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റീയൂസബിൾ പാറ്റേൺസ് അത് യൂസ് ചെയ്യാം. അല്ലാതെ ഗ്രാമറിൻ്റെ ഓരോരോ വാക്കും പഠിച്ചിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എന്നും പാടായിരിക്കും. ചങ്ക്സ് പഠിക്കുക, ഈ പാറ്റേൺസ് പഠിക്കുക, അതാണ് ഈ സീരീസിലൂടെ ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പഠിച്ച പാറ്റേൺസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദ്യത്തെ എന്താണ്? ആദ്യം പഠിച്ചത് ഐ എം ലുക്കിംഗ് ഫോർ, എന്തെങ്കിലും കാര്യം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ. പിന്നെ എന്തെങ്കിലും റിക്വസ്റ്റ് ആണെങ്കിൽ കുഡ് യു പ്ലീസ് ഡു ദിസ്. വിരോധമുണ്ടോ, ഡു യു മൈൻഡ് ഇഫ് ഐ എന്നിട്ട് ഡു ദിസ് എന്നുള്ള രീതിയിൽ വേർബ് വരിക. പിന്നെ ഐ യൂസ് ടു
ഇന്ന കാര്യം അല്ലേ, പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം അങ്ങനെയല്ല സെൻറ്റൻസ്. പിന്നെ ഈയിടെയായിട്ട് ഇങ്ങനെയാണ്, ഐ ഹാവ് ബീൻ ലൈക്ക് വർക്കിംഗ് സോ ഹാർഡ് ലേറ്റ്ലി, യു ഹവ് ബീൻ വർക്കിംഗ് സോ ഹാർഡ് ലേറ്റ്ലി. അങ്ങനെ ഹോംവർക്ക് ചെയ്യണം, എന്നാലേ നമ്മൾ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുള്ളൂ ഈ സെൻറ്റൻസുകൾ പാറ്റേൺസ് ഒക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു കോഴ്സായിട്ട് എടുക്കണമെങ്കിൽ ഞാൻ 90 ഡേ പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. കോഴ്സ് വെബ്സൈറ്റിലൂടെയാണ് ഓഫർ ചെയ്യണത്. പലരും ചോദിക്കാറുണ്ട് ലൈവ് ക്ലാസ് ആണോ എന്ന്. ലൈവ് ക്ലാസ് അല്ല, കാരണം ഒരു സമയത്ത് ഇങ്ങനെ ഒരാളെ ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും സംശയം വരുമ്പം എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാനാണ് അത് ക്ലിയർ ചെയ്ത് തരാം. അങ്ങനെയാണ് ആ കോഴ്സ് പോകുന്നത്. പൊതുവെ പ്രൊഫഷണലായ ആൾക്കാരാണ് ആ കോഴ്സ് എടുക്കാറ്. യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. അവർക്ക് വേണ്ടല്ല, സാധാരണ ഒരു തൊഴിലെടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ടൈലേർഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ് 90 ഡേ പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സ്. പിന്നെ ഒരു 30 ഡേ വാട്സപ്പ് കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഗ്രാമർ അധികം പഠിക്കാണ്ട് ഇതുമാതിരി പാറ്റേൺസും ഒക്കെ പഠിച്ച് ഒരു സന്ദർഭത്തിൽ എങ്ങനെ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് ഉപയോഗിക്കാമെന്ന് പഠിക്കുന്നുള്ള ഒരു കുട്ടി കോഴ്സാണ് 30 ഡേ വാട്സപ്പ് കോഴ്സ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. 90 ഡേ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇമെയിൽ അയയ്ക്കുക. എല്ലാത്തിൻ്റെ ഇൻഫർമേഷൻ ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.